ഹലോ ഗൈസ്, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ദ എലിപ്സ് ഇ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 144 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 169 ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഹൈപ്പർബോള എച്ച് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 16 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 have the same foci if E and L are respectively denote the eccentricity and the length of lateral sectum of the hyperbola. Then the value of 24 into E plus L is equal to. See guys, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഹൈപ്പർബോള എന്തല്ല സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ല, അതിനെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാക്കണം അല്ലേ. അതെന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല എന്ന് പറഞ്ഞത്, ഇവിടെ റൈറ്റ് സൈഡിൽ -1 ആയതുകൊണ്ട് അല്ലേ. റൈറ്റ് സൈഡിൽ +1 ആകുമ്പോഴാണ് എന്താക്കുക, സെയിം ഫോർമാറ്റ് ആകും. അപ്പോൾ അതിനുവേണ്ടി രണ്ട് സൈഡിലും നെഗറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² ഡിവൈഡ് ബൈ 16 അല്ലേ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. റെഡിയല്ലോ. അപ്പോൾ അതായത് യെസ്, ഇവിടെ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ -x² ഡിവൈഡ് ബൈ 16 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഫോക്കസ് എന്താണ്, സെയിം എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇവൻ്റെ ആണെങ്കിലും ഫോക്കസ് എന്താണ്, നമ്മൾ 0, ± c ആണ് അല്ലേ. ഇവൻ്റെ ആണെങ്കിലും ഫോക്കസ് എന്താണ്, 0, ± c ആണ്. ഓടിയല്ലേ. യെസ്, ഓക്കെ. ആ സി കണ്ടുപിടിക്കുന്ന വഴി വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. ഓടിയല്ലേ. അപ്പോൾ ഇവിടെ ഇവൻ്റെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്താണ്, യെസ് അല്ലെങ്കിൽ ഓക്കെ, ഇവൻ്റെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവൻ്റെ എ കിട്ടും, അതേപോലെ ഇവൻ്റെ ബി കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം എലിപ്സിൻ്റെ കേസ് എടുക്കുവാണ്. ഓടിയല്ലോ. ഞാൻ എലിപ്സിൻ്റെ കേസ് എടുക്കുവാണ്. അപ്പോൾ എലിപ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എലിപ്സിൻ്റെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 169 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 ആണ്. ഓടിയല്ലേ. സോറി, എ അല്ല, A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 169 ആണ്. B² എന്ന് പറഞ്ഞാൽ 144 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ C² ഇസ് ഇക്വൽ എന്ന് പറയാം A² - B² അല്ലേ. അതെ, അതായത് 169 - 144 അല്ലേ, വിച്ച് ഇസ് ഇക്വൽ ടു അതാണ് 25. അപ്പോൾ സി ഇസ് ഇക്വൽ ടു നമുക്ക് എന്താ കിട്ടും മക്കളെ, യെസ് 5 എന്ന് കിട്ടും. അവിടെയല്ലേ. അപ്പോൾ ഇനി അടുത്തത് ശ്രദ്ധിക്കുക. യെസ്, ഓക്കെ. വാട്ട് ഇസ് നെക്സ്റ്റ്? ഹൈപ്പർബോള അല്ലേ. ഹൈപ്പർബോളയുടെ കേസ് എടുക്കുവാണ്. ഇവിടെ ഹൈപ്പർബോളയുടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ശ്രദ്ധിക്കുമ്പോൾ ലാംഡ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. ആൻഡ് B² എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, അതായത് എലിപ്സിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴും വലിയ നമ്പറാണ് A², ചെറിയ നമ്പറാണ് B². അവിടെയല്ലേ. ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിൽ വൈൻ്റെ കൂടെയുള്ളവനാണ് A² അല്ലെ, എക്സിൻ്റെ കൂടെയുള്ളവനാണ് മക്കളെ എന്താ, യെസ് B² വാട്ടവർ. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ C² ഇസ് ഇക്വൽ ടു നമുക്കറിയാം എന്താണ് A² പ്ലസ് എന്താണ്, യെസ് B² ആണെന്ന് അറിയാം അല്ലെ, അഥവാ ലാംഡ സ്ക്വയർ പ്ലസ് 16 ആണെന്ന് അറിയാം. റെഡിയല്ലേ. അപ്പോൾ എനിവേ ഈ C² വാല്യൂ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടൂടാ, ഇവിടുന്ന് നമുക്ക് 25 എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ 25 ഈസ് ഇക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 16 എന്ന് കിട്ടി. അപ്പോൾ ലാംഡ സ്ക്വയർ ഇസ് ഇക്വൽ ടു 9 എന്ന് കിട്ടി. അതായത് ലാംഡ ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി, 3, അഥവാ ബി ഈസ് ഇക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എല്ലാം ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എക്സെൻട്രിസിറ്റി അല്ലേ, ബി ഈസ് ഇക്വൽ ടു 3 എന്നായി. റെഡി അല്ലേ. നമുക്ക് ഇനി അടുത്ത് എന്താണ് വേണ്ടത്, യെസ് എക്സെൻട്രിസിറ്റിയും അതേപോലെ ലെങ്ത് ഓഫ് ലാറ്ററൽ സെക്ടറുമാണ് വേണ്ടത്. ഓടിയല്ലേ. നമുക്കറിയാം എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C ഡിവൈഡ് ബൈ A ആണ്. ഓക്കെ അല്ലേ. എന്താണ് ഇവിടെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് അല്ലേ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് A? A² 169 ആണ് അല്ലടാ. ഓക്കെ അല്ലേ. A² 169 ആണ്. സോറി A² എന്ന് പറയുമ്പോൾ ലാംഡ സ്ക്വയർ ആണ്. ഓക്കെ, ക്ഷമിക്കണം, അവിടെ A ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. യെസ്, A ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ A ഈസ് ഈക്വൽ ടു എന്താണ്, 3 ആണ്. സോ 5/3. ഓക്കെ അല്ലേ. പിന്നെ അടുത്തത് ലെങ്ത് ഓഫ് ലാറ്ററൽ സെക്ടം അഥവാ L കണ്ടുപിടിക്കണം. ഓക്കെ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2B² ഡിവൈഡ് ബൈ A ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എന്താണ് B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് B² 16 ആണ്. ഓക്കെ അല്ലേ. A എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് 3 ആണ്. ഓക്കെ അല്ലേ. അത് 32 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഫൈനലി നമുക്ക് വേണ്ടത് 24 ഇൻറ്റു E പ്ലസ് L ആണ് വേണ്ടത്. ഓക്കെ അല്ലേ. 24 ഇൻറ്റു E പ്ലസ് L ആണ് വേണ്ടത്. റെഡി അല്ലേ. സോ 24 ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ് ബൈ 3, L എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡ് ബൈ 3. റെഡി അല്ലേ. അതായത് 24 ഇൻറ്റു 37 ഡിവൈഡ് ബൈ 3 എന്ന് വരും. അപ്പോൾ ഇതുകൂടി ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ അല്ലേ. അത് ക്യാൻസൽ ആയിട്ട് പോയി. റെഡി അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് കിട്ടി. സോ 8 ഇൻറ്റു 37 എന്ന് പറഞ്ഞാൽ 296 ഈസ് അവർ റൈറ്റ് ആൻസർ. 296.